മൊഡ്യൂൾ 4 ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ നോക്കാം. നമുക്ക് ഹാർലം റെനസൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാർലം റെനസൻസ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ, ആർട്ടിസ്റ്റിക് ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആണ്. 1920s ആൻഡ് 1930s ഹാർലം റെനസൻസ് ടേക്ക് പ്ലേസ് ചെയ്തത്. ന്യൂയോർക്ക് സിറ്റിയിൽ ഹാർലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സോ അവിടെയായിരുന്നു ആഫ്രിക്കൻ അമേരിക്കൻ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചറിനെ സെലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ റീബേർത്ത്, എല്ലാ മേഖലകളിലും അവരുടെ ഒരു റീബേർത്ത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം അവർ സ്ലേവറി ആൻഡ് ഓപ്പറേഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു കമ്മ്യൂണിറ്റിയാണ് ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് വെച്ചാൽ ആഫ്രിക്കൻ പേരൻസ്, അല്ലെങ്കിൽ അതിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആഫ്രിക്കൻ പ്ലസ് അമേരിക്കൻ മിക്സ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും സ്ലേവറി ഓപ്പറേഷനൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്, അവരും ഡിസ്ക്രിമിനേഷനൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ഫ്രം ദി വൈറ്റ് പീപ്പിൾ. സോ ഹാർലം റെനസൻസ് ഇൻ എ വേ ഇറ്റ് സെലിബ്രേറ്റഡ് ദി, എന്താ പറയുക, ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചർ, പിന്നെ അവരുടെ ലിറ്ററേച്ചർ, അവരുടെ ആർട്ട്, ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഹാർലം റെനസൻസ്. ന്യൂയോർക്കിലെ ഹാർലം സിറ്റിയിൽ വെച്ചിട്ടായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഒരു മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഗ്രേറ്റ് മൈഗ്രേഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻസ്, മില്യൺസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസ് അവരെന്ത് ചെയ്തു, സൗത്തിൽ നിന്ന് നോർത്തേൺ സിറ്റീസിലോട്ട് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി പോയി. അങ്ങനെ അവരെല്ലാവരും ഈ ഒരു നോർത്തേൺ സൈഡിലോട്ട് വന്നപ്പോൾ ന്യൂയോർക്കിൻ്റെ ഹാർലം എന്നുള്ള സൈഡിലായി ഇവരെല്ലാവരും. അങ്ങനെ ഹാർലം എന്ന് പറഞ്ഞ സെൻറ്ററിൽ ഫ്രീഡം, ക്രിയേറ്റിവിറ്റി ആൻഡ് ആസ് വെൽ ആസ് ബ്ലാക്ക് കമ്മ്യൂണിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ആരംഭിച്ചു. അപ്പോൾ ബ്ലാക്ക് ഐഡൻറ്റിറ്റിയെ റീഡിഫൈൻ ചെയ്യുക, റേഷ്യൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനെയൊക്കെ ചലഞ്ച് ചെയ്യുക, അതൊക്കെയായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു ഇതിനകത്തുള്ള ഒരു ന്യൂ ഐഡിയ ആയിരുന്നു ന്യൂ നീഗ്രോ എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടായി. അതായത് ആഫ്രിക്കൻ അമേരിക്കൻസിന് നല്ല പിന്നെ എന്താ പറയുക, ഈക്വാളിറ്റി കൊടുക്കുക, അവർക്കും വൈറ്റ് പീപ്പിളിനെ പോലെ തന്നെ ഈക്വൽ ആണെന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഈ ന്യൂ നീഗ്രോ മൂവ്മെൻറ്റ്. അപ്പോൾ ആഫ്രിക്കൻ ഹെറിറ്റേജ്, ഫോക്ക് കൾച്ചർ, അർബൻ ലൈഫിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തു ഹാർലം റെനസൻസ്. അത് ലിറ്ററേച്ചറിലും മ്യൂസിക്കിലും വിഷ്വൽ ആർട്സിലും പെർഫോമൻസിലും ഉണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയറ്റ് ആരാണെന്ന് വെച്ചാൽ ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറഞ്ഞൊരു പോയറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് ബ്ലാക്ക് ലൈഫിനെ കുറിച്ചും ജോയ്, സ്ട്രഗിളിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറ നീൽ ഹഡ്സൺ ആണ്. സോറ നീൽ ഹഡ്സൺ ഫോക്ലോറിനെ കുറിച്ചും ലാംഗ്വേജിനെ കുറിച്ചും ജെൻഡറിനെ കുറിച്ചും ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റീസിലുള്ളതിനെക്കുറിച്ചും എക്സ്പ്ലോർ ചെയ്തു. പിന്നെ മ്യൂസീഷ്യൻസും ഉണ്ടായിരുന്നു ഈ ഒരു ഇതിനകത്ത്. അവർ ജാസ് ആൻഡ് ബ്ലൂസ് മ്യൂസിക് ഉണ്ടല്ലോ, അതെല്ലാം അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി, മ്യൂസിക്കിനെയും. അപ്പോൾ റേഷ്യൽ പ്രൈഡ്, യൂണിറ്റി, സെൽഫ് എക്സ്പ്രഷൻ, ഈ 3 കാര്യങ്ങളുമാണ് ആർട്ടിലൂടെ അവർ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ സോഷ്യൽ ഇൻജസ്റ്റിസ്, ഡിസ്ക്രിമിനേഷൻ, ഇനിക്വാളിറ്റി, ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്തു. റൈറ്റേഴ്സ് എല്ലാം അവരുടെ ആർട്ട് വെച്ചിട്ട് റേസിസത്തിനെതിരെയൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ബ്ലാക്ക് ഡിഗ്നിറ്റിയെ അവർ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മ്യൂസിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടായിരുന്നു, ലിറ്ററേച്ചറിനും ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹാർലം റെനസൻസ് ആണ് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആർട്സ് മൂവ്മെൻറ്റ് എന്നും പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്ത് അതിനെ, ഈ ഒരു 2 മൂവ്മെൻറ്റ്സിനെ ഇൻസ്പയർ ചെയ്തത്. 1960s ഈ 2 മൂവ്മെൻറ്റ്സ് ഹാപ്പൻ ചെയ്ത്. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹാർലം റെനസൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആഫ്രിക്കൻ അമേരിക്കൻ ഐഡൻറ്റിറ്റിയാണ്. ആഫ്രിക്കൻ അമേരിക്കൻ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹാർലം റെനസൻസ് ആഫ്രിക്കൻ അമേരിക്കൻ ഐഡൻറ്റിറ്റി ആൻഡ് കൾച്ചറിനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം ന്യൂ നീഗ്രോ മൂവ്മെൻ്റ് ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഈ ന്യൂ നീഗ്രോ മൂവ്മെൻ്റ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അലൻ ലോക്ക് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിസ്റ്റും റൈറ്ററും ഒക്കെ ആയിരുന്നു. അദ്ദേഹമാണ് സെൽഫ് കോൺഫിഡൻസിനെയും ബ്ലാക്ക് ഹെറിറ്റേജിലൊക്കെ പ്രൈഡ് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞത്. ആർട്ടിസ്റ്റും റൈറ്റേഴ്സും എല്ലാം ബ്ലാക്ക് ലൈഫിനെ വളരെയധികം റിച്ചായിട്ട് കാണിച്ചു. വളരെയധികം എക്സ്പ്ലോർ ചെയ്തു അവരുടെ റൈറ്റിങ്സിൽ. പിന്നെ പോയട്രിയിലൂടെയും പെയിൻറ്റിങ്ങിലൂടെയും മ്യൂസിക്കിലൂടെയൊക്കെ വന്നു. ലാങ്സ്റ്റൺ ഹ്യൂസ് എന്നുള്ള റൈറ്റർ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്തെല്ലാം ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആർട്ടിസ്റ്റുകൾ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെയൊക്കെ റിജക്റ്റ് ചെയ്തു. ഐഡൻറ്റിറ്റിക്ക്, ആഫ്രിക്കൻ അമേരിക്കൻ ഐഡൻറ്റിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അവരുടെ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു, കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ ബ്യൂട്ടി ഓഫ് ബ്ലാക്ക്നെസ് അല്ലെങ്കിൽ ഡാർക്ക് സിൻ, അതിനെയെല്ലാം ആർട്ടിസ്റ്റുകൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആഫ്രിക്കൻ കൾച്ചറിനെ കുറിച്ച് അമേരിക്കൻ കൾച്ചറിനെ കുറിച്ച് മിക്സ് ചെയ്തും ബ്ലെൻഡ് ചെയ്തും ആളുകൾ എഴുതാൻ തുടങ്ങി. അത് പിന്നെന്താണ്, ആർട്ട് ഒരു സെൽഫ് ഡെഫിനിഷൻ്റെ ഒരു മീൻസ് ആയിട്ട് മാറി. ഓക്കെ, അടുത്ത റേസും റേസസും എന്താണെന്നുള്ളതാണ്. ആർട്ടിസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, ആർട്ടിസ്റ്റ് റേസ് അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെയായിരുന്നു ഹാർലം റെനസൻസിൻ്റെ ആ ഒരു പീരീഡിൽ എഴുതിക്കൊണ്ടിരുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറഞ്ഞ അദ്ദേഹവും, അതുപോലെ തന്നെ ക്ലോഡ് മക്കെയും. ഇവർ 2 പേരും ആങ്കറിലൂടെയാണ് ഈ റേഷ്യൽ ഇനിക്വാളിറ്റിയെ കാണിച്ചത്.
അപ്പോൾ ലിറ്ററേച്ചറിനകത്ത് ബോത്ത് പെയിൻ ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. റേസിസം ഫിസിക്കലായിട്ടുള്ള കാര്യം മാത്രമല്ല, നമ്മളെ അത് സൈക്കോളജിക്കലി നമ്മുടെ ഐഡൻറ്റിറ്റിയും സെൽഫ് വേർത്തിനെയും എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. ആൻഡ് ബോത്ത് ബ്ലാക്ക് ആൻഡ് അമേരിക്കൻ ആയിട്ട് ചില ആളുകൾക്ക് ജീവിക്കേണ്ടി വരും. അവർ രണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്നും മിക്സായിട്ട് ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ലൈഫിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് സ്റ്റേറ്റിനെയാണ് ഡബിൾ കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നത്. ഈ ഡബിൾ കോൺഷ്യസ്നെസ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ഡുബോയിസ് എന്ന് പറഞ്ഞൊരു റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ബോത്ത് ബ്ലാക്ക് ആൻഡ് അമേരിക്കനായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഡബിൾ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഡബിൾ കൾച്ചറൽ ഫീലിംഗ് വരും. പിന്നെ വൈറ്റ് ഓഡിയൻസ് ഈ ബ്ലാക്ക് കൾച്ചറിനെയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആർട്ടിലൂടെ ഈ ആവശ്യമില്ലാത്ത ഹിപ്പോക്രസിയൊക്കെ അവർ പോയിൻ്റ് ഔട്ട് ചെയ്തു. പിന്നെന്താണ്, റേസിസം അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു പണ്ട് തൊട്ടേ ഉള്ള പ്രശ്നം. അങ്ങനെയാണ് സ്ലേവറിയിലോട്ടുമൊക്കെ ഇത് പോയത്. സോ അങ്ങനത്തുള്ള ഇഷ്യൂസൊക്കെ വർക്ക്സിനകത്ത് ഇത് ചെയ്യാൻ തുടങ്ങി, അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഹാർലം റിനസൻസിൻ്റെ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞ മ്യൂസിക്കായിരുന്നു. എസ്പെഷ്യലി ജാസ് മ്യൂസിക് അല്ലെങ്കിൽ ബ്ലൂസ് എന്ന് പറയും. ബ്ലാക്ക് ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ പവർഫുൾ എക്സ്പ്രസ് ചെയ്യാനായിരുന്നു അത് യൂസ് ചെയ്തത്. ഹാർലത്തിൻ്റെ നൈറ്റ് ക്ലബ്ബുകളിൽ അതുപോലെ തന്നെ ബോൾ റൂംസിൽ, അതായത് പാർട്ടി റൂംസിലൊക്കെ ഇത് മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി. ബെസി സ്മിത്ത്, ഡ്യൂക്ക് എല്ലിംഗ്ടൺ ഇവരൊക്കെയാണ് മ്യൂസിക് ഇന്നോവേറ്റ് ചെയ്തത്. ലൂയി ആംസ്ട്രോങ് ഒക്കെ. ജാസ് ഫ്രീഡം, റിതം അല്ലെങ്കിൽ ഇംപ്രൊവൈസേഷനെ കാണിച്ചു. ആ ഒരു ഏജിൻ്റെ സ്പിരിറ്റിനെയായിരുന്നു മ്യൂസിക് കാണിച്ചത്. ഈ ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറയുന്ന റൈറ്റർ ജാസും ബ്ലൂസും ഒക്കെ പോയട്രിയിലും യൂസ് ചെയ്തു ആ ഒരു റിതം കേട്ടോ. പിന്നെ ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ ദ വേറി ബ്ലൂസ് എന്നുള്ള വർക്കിനകത്തും ഈ ബ്ലൂ സിംഗറിൻ്റെ ഒരു വോയിസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ബോത്ത് ജോയ് ആൻഡ് സോറോ, ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മ്യൂസിക് റിഫ്ലക്റ്റ് ചെയ്തത്. ബ്ലൂസ് സോങ്സ് എന്ന് വെച്ചാൽ ലവ്, സ്ട്രഗിൾ ആൻഡ് എൻഡ്യൂറൻസ് ആണ് ഇത് പോർട്രേ ചെയ്തിരുന്നത്. ജാസിനകത്ത് വിഷ്വൽ ആർട്ട്, ലിറ്ററേച്ചർ, ഡാൻസ് ലൈക്ക് ആയിട്ടുള്ളതായിരുന്നു. മ്യൂസിക്കിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓഡിയൻസ് രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഡിഫറൻസിനെ കുറിച്ച് ഇവരെല്ലാം സംസാരിച്ചു, ആർട്ടിസ്റ്റുകൾ സംസാരിച്ചു. അപ്പം മ്യൂസിക് ഒരു സ്പേസ് ഫോർ സെൽഫ് എക്സ്പ്രഷനായിട്ട് മാറി. ഇത് ഈ വെസ്റ്റേൺ മ്യൂസിക്കൽ സ്റ്റാൻഡേർഡ്സിനെയൊക്കെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി പുതിയതായിട്ട് വന്ന ജാസ് മ്യൂസിക് എന്ന് പറയുന്നത്. അത് വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടും എക്സ്പെരിമെൻ്റലായിട്ടും വളരെയധികം എന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നെ ബ്ലാക്ക് ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 4 വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്.